ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോയി വീഡിയോ കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് തേങ്ങയും 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ അരയാൻ വേണ്ടി നോക്കണം. അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ ഉള്ളിയാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ തന്നെ വാടി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു വലിയ തക്കാളിയും അതേപോലെ ഒരു 4 പച്ചമുളകുമാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വരുമ്പോഴാണ് ഞാൻ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കുക. നല്ലതുപോലെ അതിൻ്റെയൊക്കെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ലതുപോലെ വാടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച നമ്മളെ തേങ്ങൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം നല്ലതുപോലെ പുളി പിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് എല്ലാം തന്നെ കഴുകിയതിന് ശേഷം അതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള കറിയാക്കിയിട്ടെടുക്കാം. എത്രത്തോളമാണോ നമുക്ക് കറി വേണ്ടത് അത്ര തന്നെ ഇതാക്കിയിട്ടെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ചട്ടി ആയതുകൊണ്ട് നമുക്ക് കറി ഇങ്ങനെ കട്ടിയായിട്ട് വരും, അന്നേരം കൂട്ടാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് തന്നെ ഞാൻ വലിയ ചെമ്മീനാണ് വാങ്ങിയിരിക്കുന്നത്. ആ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി തിളച്ചതിന് ശേഷം നമ്മൾ സാധാരണ മീനൊക്കെ ഇട്ടിടും, പക്ഷേ ചെമ്മീൻ നല്ല തടിയിലെ ചെമ്മീനായതുകൊണ്ട് ആ തലയോട് തന്നെയാണ് ഞാൻ പിന്നെ ക്ലീനാക്കിയത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ അധികം വേവിക്കാൻ നിൽക്കേണ്ട, അന്നേരം ഇങ്ങനെ ഒരു വല്ലാതൊരു ഒരം പോലെ ഇരിക്കും. നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് വല്ല പത്തിരി ചോറിനെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ചെമ്മീൻ കറിയാണ്. അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ദോശക്കൊക്കെ രാവിലെയൊക്കെ നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കറി തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായം പറയാം. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം കണക്കായിട്ട് തന്നെ ഉണ്ട്. ഒന്നും കൂടി ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കറിയൊക്കെ ഓഫാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമലൈക്കും. താങ്ക് യു.